ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തിയൊക്കെ വീട്ടിൽ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്, ഒരു 10 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി നല്ലപോലെ ഒന്ന് പിച്ചി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ മാസൂബാണ് റെഡിയാക്കുന്നത്. സാധാരണ കുബൂസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി പൊറോട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാ ചപ്പാത്തി ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പഴം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. അത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറുപഴം ഏതും എടുക്കുക, റോബസ്റ്റ പഴമോ പൂവമ്പഴമോ ഏത് പഴവും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തിയുടെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ പഴത്തിൻ്റെ അളവും കൂട്ടിയിട്ടെടുക്കുക. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക. സാധാരണ മാസൂബ് നമ്മൾ കുബൂസിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി വെച്ചിട്ടും അതേ രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ക്രീമും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു ഏകദേശം 3/4 കപ്പോളം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീം നല്ല പോലെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ക്രീം ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെഡർ ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീസൊന്നും ചേർക്കണില്ല. അപ്പോൾ നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കരുത് കേട്ടോ. തേനും കൂടെ ചേർക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. തേനും ക്രീമും പഴവും ഒക്കെ ചേരുമ്പോഴാണ് ശരിക്കും മാസൂബിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെഡർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.